സോ ഹലോ ഹായ്. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ഇന്ന് ഒരു അയൺ കോണ്ടറിൻ്റെ ട്രേഡ് എടുക്കാൻ പോവുകയാണ്. അതായത് നിഫ്റ്റിയിൽ ഒരു വീക്ക്ലി ഓപ്ഷൻ സെല് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, സോ വാട്ട് ആർ വി ഡൂയിങ്? അപ്പം ഇന്ന് ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇന്നൊരു ട്യൂസ്ഡേ. അപ്പം വീക്ക്ലി എക്സ്പയറി എന്ന് പറയുകയാണെങ്കിൽ തേഴ്സ്ഡേ ആണ് ഉണ്ടാവുക. അപ്പം നിഫ്റ്റീൻ്റെ പ്രൈസ് കണ്ടോ, ഈ പോയിന്റിലാണ് നിൽക്കുന്നത് 17,800 സംതിങ്. നമുക്ക് ആ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണ്. നിഫ്റ്റീൻ്റെ ഈ ഒരു വീക്കിൽ ഏതൊരു റേഞ്ച് വരെ ഉണ്ടാവും എന്നുള്ളൊരു അനാലിസിസ് നമ്മൾ നടത്തുകയാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ചെയിനൊക്കെ വെച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു 10-15 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ടൈം ഫ്രെയിം കണ്ടോ, 5 മിനിറ്റാണ്. ലെഫ്റ്റ് കോർണറിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും 5 മിനിറ്റാണ്. അപ്പോൾ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു വോളട്ടൈൽ മാർക്കറ്റ് അല്ല നിഫ്റ്റി. ഏതാണ്ടൊരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുന്നത്തെ ഡേറ്റിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഏതാണ്ടൊരു റേഞ്ചിലുണ്ട്. അപ്പം ഈ വീക്കും വേണമെങ്കിൽ ഒരു റേഞ്ചിലുണ്ടാവാം എന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കാൻ പോവുക. അപ്പം നിഫ്റ്റി ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അയൺ കോണ്ടർ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം അയൺ കോണ്ടറിന് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ എയിം 1% റിട്ടേൺ ഉണ്ടാക്കുക ഒരാഴ്ചയിൽ. അപ്പം ഒരു ഫൈനാൻഷ്യൽ ഇയറൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 50%ഓളം വരും. അപ്പം നമ്മളൊരു 1% ഒരു 1 വീക്കിൽ നമ്മൾ റിട്ടേൺ ഉണ്ടാക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരിക കേട്ടോ. അതായത് ഓപ്സ്ട്ര എന്ന് പറയും. അതൊരു ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് വന്നു. ഓപ്ഷൻ ചെയിനിലേക്ക് വന്നിട്ട് നമുക്ക് ഇത് 1% കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും സെല് ചെയ്തിട്ട് കാര്യമില്ല. ഡെൽറ്റ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ സെല് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ എന്താണെന്ന് പറയുകയാണെങ്കിൽ 0.1 ഡെൽറ്റ ഉള്ള സ്പോട്ട് പ്രൈസിലുള്ള ഒന്ന് സെല് ചെയ്യും നമ്മൾ. എന്നിട്ട് 150 അകലെയും സെല് ചെയ്യും. ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓപ്ഷൻ ഗ്രീക്സ് ആണ് കേട്ടോ. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം 0.1 എന്ന് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പം 17,900 സംതിങ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം 0.1 ഡെൽറ്റ എന്ന് പറയുകയാണെങ്കിൽ, അതായത് സേ ഇപ്പോൾ നിഫ്റ്റി ഒരു 20 പോയിൻ്റ് താന്നിട്ടുണ്ടെങ്കിൽ ഈ ഡെൽറ്റയും ഇത് ഒരു സ്പോട്ട് എപ്പോൾ നീങ്ങുന്നോ അത്രയും നമ്മുടെ ഓപ്ഷനിലെ പ്രൈസിനും ഡിഫറൻസ് വരും. അതായത് നിഫ്റ്റി ഇപ്പം ഒരു 30 പോയിൻ്റ് താഴോട്ട് താന്നിട്ടുണ്ടെങ്കിൽ 30 × 0.01 അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് പ്രീ ഡിഫൈൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ചാർട്ടൊക്കെ നോക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഫുൾ ടൈം ഒന്നും നമുക്ക് ചാർട്ട് നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ പ്രൈസ് ഡെൽറ്റ പ്രൈസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ 0.1 ഡെൽറ്റ എന്ന് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ 0.09 ഡെൽറ്റ. ഇതിൻ്റെ സ്പോട്ട് പ്രൈസ് വരുന്നത് 18,150. ഇപ്പം നിലവിലുള്ളത് പറയുകയാണെങ്കിൽ 17,900. അപ്പോൾ ഏതാണ്ട് ഒരു ഒരു 250 പോയിൻ്റ് വ്യത്യാസം ഉണ്ടല്ലേ. അതായത് ഒരു 250 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇപ്പോഴത്തെ കോൾ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 7.4. അപ്പം ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ ഇതിൻ്റെയൊക്കെ എടുത്തെത്തുവാണെങ്കിൽ, നമ്മുടെ പോയിന്റിലേക്ക് എത്തുവാണെങ്കിൽ 7.4 ആഡ് ചെയ്യുക. എന്നിട്ട് 250 അല്ലേ, 250 × 0.09 എത്രയാവുമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 29 രൂപയാവും നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ 2 പോയിൻ്റ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ 2 സ്പോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ പ്രൈസ് റേഞ്ച് മാർക്ക് ചെയ്യുക, ഏത് പോയിൻ്റ് വരെ നിൽക്കും എന്ന് നമ്മൾ ഗ്രാഫിൽ, അതായത് ചാർട്ടിലൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പം ഏതാണ്ട് ഈ ഒരു റേഞ്ച് കണ്ടോ. അപ്പം അടുത്ത ഈ വ്യാഴാഴ്ച വരെ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിൽക്കണം. 18,150യും 18,150 ഇപ്പോൾ നിൽക്കുന്നത് 18,900 ആണ്. ഇപ്പോൾ ഒരു 250 പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. 250 മുകളിലേക്ക് ഒരു 250 താഴേക്കും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞത്, ഇപ്പം നിഫ്റ്റി 2-3 വട്ടം ഇവിടെയൊക്കെ എന്താ പറയുക, റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അയൺ കോണ്ടർ എടുക്കുന്നത്. അതായത്
എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ആ ഒരു റേഞ്ചിനുള്ളിൽ, അതായത് ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ തളച്ചിട്ട പോലെ നിഫ്റ്റി നിൽക്കും ഈ ഒരു വീക്കിൽ. നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം, അതിനുള്ള പണിയുണ്ട്. നമ്മൾ താഴെ സെല്ല് ചെയ്തത് ആ ഒരു റേഞ്ചിൽ 17600 റേഞ്ചിൽ. അപ്പം ഈ ഒരു പോയിന്റിൽ നിഫ്റ്റി നിൽക്കുമെന്നാണ് ഒരു അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചെയിനൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കണ്ടോ. അപ്പം ഇത് നമ്മൾ സെല്ല് ചെയ്തു. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 1.28% കിട്ടും. അപ്പോൾ ഇതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് 1 lakh നമ്മുടെ ക്യാപിറ്റൽ വേണ്ടത് ഈ ഒരു ട്രേഡ് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പം ഇത് നമ്മൾ വലിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ നോക്കുകയാണ്. ഓക്കെ, സോ യാ. സോ നമ്മൾ ട്രേഡ് എടുത്തു, നമ്മൾ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തു, അതായത് ഒരു അയൺ കോണ്ടർ സെല്ല് ചെയ്തു, നിഫ്റ്റി വീക്ക്ലി ഓപ്ഷൻസ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം നമ്മളൊരു ഓപ്ഷൻ സെല്ല് ചെയ്തല്ലോ, അപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു റേഞ്ചിന് മേലേക്ക് പോയാൽ ഒബ്വിയസ്ലി നമുക്ക് ലോസ് ഉണ്ടാവില്ലേ. അപ്പം ആ ലോസിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യാം, ആ ലോസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോൾ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ, കോൾ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ മുകളിലേക്ക് നമ്മുടെ സ്പോട്ട് പ്രൈസിന് മേലേക്കാണ് കോള്, താഴേക്ക് പുട്ട്. ഓക്കെ, താഴേക്ക് പുട്ട് സെല്ല് ചെയ്യുന്നു, മുകളിലേക്ക് കോള് സെല്ല് ചെയ്യുന്നു. അപ്പം ഈ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 17900 ആണ്. ഈ ഒരു നടുക്ക് കൂടെയുള്ള ഒരു വര കണ്ടോ, പച്ചയ്ക്ക് നടുക്കുള്ള, അതാണ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ ഇതിന് മേലേക്ക് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ മേലേക്ക് ഒരു 250 പോയിൻറ്റ്സ് പോവുകയാണെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പം ആ ലോസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ആ ലോസിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ 0.1 ഡെൽറ്റ വെച്ചാണല്ലോ നമ്മൾ സ്ട്രൈക്ക് പ്രൈസിലേക്ക് എൻ്റർ ചെയ്തത്. അതായത് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മുടെ ഓപ്ഷൻ പ്രൈസിൻ്റെ 0.1, അതായത് ഇപ്പം 200 പോയിൻ്റ് കയറുകയാണെങ്കിൽ ഇപ്പം 250 പോയിൻ്റ് സ്പോട്ട്, അതായത് സ്പോട്ട് പ്രൈസും നമ്മുടെ നിഫ്റ്റി നിൽക്കുന്ന പ്രൈസും തമ്മിൽ 250 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പം 250 ഇൻറ്റു 0.1, 250 ഇൻറ്റു 0.01 ചെയ്യുമ്പോൾ നമുക്ക് 250 ഇൻറ്റു 0.1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 25 വരും. 25 പ്ലസ് ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് 7.4, ഏതാണ്ട് 32 എത്തുമ്പം ഈ ഒരു ഇപ്പം നമ്മുടെ സ്പോട്ട് പ്രൈസ് കണ്ടോ 250 സംതിങ് എത്തുമ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത്, ഇത് നോക്കണ്ട, ഇത് നമ്മൾ ഇപ്പം നെക്കിയത് ഈ ഒരു പ്രൈസ് എത്തുമ്പം എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു മെക്കാനിസം അതിനകത്തില്ല. അപ്പം നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യുക എന്നുള്ളതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ട്രേഡിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, നമുക്കൊരു പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു പ്രൈസ് എത്തുമ്പോൾ താനെ എക്സിറ്റ് ആയിക്കോളും. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ടെത്തുക. അത് സ്പോട്ട് പ്രൈസിൻ്റെയും പുട്ട് പ്രൈസിൻ്റെയും സ്റ്റോപ്പ് ലോസ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 0.1 ഡെൽറ്റ ഉപയോഗിച്ചിട്ട് എത്ര ഡിഫറൻസ് ഉണ്ടോ നടുക്കുന്ന് അങ്ങോട്ടേക്ക്, എത്ര ഡിഫറൻസ് ഉണ്ടോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രൈസിലെത്തിയിട്ട് ആ ഒരു ഇപ്പം കിട്ടുന്ന പ്രൈസ് ഉണ്ടല്ലോ അതിൻ്റെ എക്സിറ്റ് പ്രൈസിൽ അവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ട് ആ ഒരു പ്രൈസ് എത്തുമ്പോൾ താനെ അത്